കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. കേന്ദ്ര മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? റിജിത്ത്, നേരത്തെ തന്നെ ഇത്തരം സൂചനകൾ പുറത്തു വന്നിരുന്നു. അതായത് ദീപാവലിക്കും ദസറയ്ക്കും മുൻപ് തന്നെ ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 3% വർദ്ധിപ്പിക്കുമെന്നത് ആ കാര്യത്തിൽ, അതായത് ആ തീരുമാനം ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. അല്പം മുൻപാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും 3% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു എന്നതാണ്. 2025 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ആയിരിക്കും വർധനവ് ഉണ്ടാവുക. അതായത് കഴിഞ്ഞ കുടിശ്ശിക അടക്കമുള്ളത് ഈ ഒക്ടോബർ മാസത്തെ ശമ്പളം വരുന്ന ഘട്ടത്തിൽ ആ കുടിശ്ശിക അടക്കമായിരിക്കും ജീവനക്കാർക്ക് ലഭിക്കുക. പെൻഷൻകാർക്കും അതേ രീതിയിൽ തന്നെയായിരിക്കും ഒരു വർധനവ് ഉണ്ടാവുക. 49 ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ 68 ലക്ഷത്തോളം പെൻഷൻകാർക്കുമാണ് ഇതിൻ്റെ ഒരു ഗുണം ലഭിക്കുക. 7ാം ശമ്പള കമ്മീഷന്റെ അവസാനത്തെ വർധനവായി കൂടിയാണ് ഇതിനെ കാണുന്നത്. അതിനുശേഷം 2026 ജനുവരിയോടെ 8ാം ശമ്പള കമ്മീഷൻ ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ രൂപരേഖയൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും 7ാം ശമ്പള കമ്മീഷന്റെ അവസാനത്തെ വർധനവായാണ് ഇതിനെ കാണുന്നത്. റീജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.